സർവേഷാം കൃതേ നമസ്കാരഃ. നമ്മൾ പഠ്ധാതുവിൻ്റെയും വന്ധ്ധാതുവിൻ്റെയും ലട്ട് ലകാരത്തിലുള്ള, അതായത് വർത്തമാനകാലത്തിലുള്ള 9 രൂപങ്ങളെ പഠിച്ചതാണ്, പരിചയപ്പെട്ടതാണ്. അവിടെ നമ്മൾ പഠിക്കുന്നു, വന്ദിക്കുന്നു എന്നൊരർത്ഥത്തിലാണ് സ്വീകരിച്ചത്. ഇന്ന് ലങ് ലകാരഃ, ഭൂതകാലത്തിൽ ഉപയോഗിക്കുന്ന ലകാരമാണ് ലങ്. ആ ലകാരത്തിലെ പരസ്മൈപദിയിലും ആത്മനേപദിയിലുമുള്ള 9 രൂപങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഭൂതമായതുകൊണ്ട് തന്നെ പഠിച്ചു, ചെയ്തു, പോയി, വന്നു എന്നീ അർത്ഥങ്ങളിലാണ് വരിക. പഠ് ധാതുവിൻ്റെ ഭൂതകാലത്തിലുള്ള 9 രൂപങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. അപഠത്, അപഠതാം, അപഠൻ, അപഠഃ, അപഠതം, അപഠത, അപഠം, അപഠാവ, അപഠാമ. പ്രഥമപുരുഷ, മധ്യമപുരുഷ, ഉത്തമപുരുഷ എന്നീ ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഏകവചന, ദ്വിവചന, ബഹുവചന ക്രമത്തിലും. അപ്പോൾ ഇവിടെ ഈ 9 രൂപങ്ങളുടെയും അർത്ഥം പഠിച്ചു എന്നാണ്. ഓക്കെ, അതിലുള്ള പുരുഷന്മാരെയും അതേപോലെ വചനങ്ങളും മാത്രമേ മാറുന്നുള്ളൂ. മീനിങ് ഒന്ന് തന്നെയാണ്. ഇതേപോലെ മറ്റൊരു ധാതുവിൻ്റെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെ ഈ അപഠത് പോലെ ലിഘ് ധാതുവിനെ മാറ്റാമെന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. അലിഘത്, അലിഘതാം, അലിഘൻ, അലിഘഃ, അലിഘതം, അലിഘത, അലിഘം, അലിഘാവ, അലിഘാമ. മനസ്സിലായല്ലോ എങ്ങനെ മാറ്റിയത് എന്ന്. അതുപോലെ ഗം ധാതുവിൻ്റെ നോക്കാം. അഗച്ഛത്, അഗച്ഛതാം, അഗച്ഛൻ, അഗച്ഛഃ, അഗച്ഛതം, അഗച്ഛത, അഗച്ഛം, അഗച്ഛാവ, അഗച്ഛാമ. ഓക്കെ, അവിടെയുള്ള പ്രത്യയങ്ങളെല്ലാം ഒരേപോലെയാണ്. ആ ധാതുക്കളെ മാത്രമേ നമ്മൾക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇനി ഒരു ധാതുവിൻ്റെ കൂടി പരിചയപ്പെടാം. ഹസ് ധാതു. അഹസദ്, അഹസതാം, അഹസൻ, അഹസഃ, അഹസതം, അഹസത, അഹസം, അഹസാവ, അഹസാമ. പഠിച്ചു, എഴുതി, പോയി, ചിരിച്ചു എന്നീ അർത്ഥങ്ങളിൽ 9 രൂപങ്ങളിൽ നമ്മൾ പഠിച്ചു. ഇതേപോലെ തന്നെ ഓരോ ധാതുക്കളുടെയും ലങ് ലകാരത്തിൻ്റെ രൂപങ്ങൾ ഇങ്ങനെ തന്നെയാണ് വരിക. അടുത്തതായിട്ട് ആത്മനേപദിയിലുള്ള ഭൂതകാലത്തിലുള്ള ലകാരങ്ങളെ വന്ധ്ധാതുവിൻ്റെ പരിചയപ്പെടാം. അവന്തത, അവന്തേതാം, അവന്തന്ത, അവന്തധാഃ, അവന്തേധാം, അവന്തധ്വം, അവന്തേ, അവന്താവഹി, അവന്താമഹി. വന്ദിച്ചു എന്നൊരർത്ഥത്തിലാണ് ഈ 9 രൂപങ്ങളും ഉള്ളത്. ഇതുപോലെ മറ്റൊരു ധാതുവിൻ്റെ നമുക്കൊന്ന് നോക്കാം. മുദ് ധാതു. അമോദത, അമോദേതാം, അമോദന്ത, അമോദധാഃ, അമോദേധാം, അമോദധ്വം,
അമോദേ, അമോദാവഹി, അമോദാമഹി. അടുത്ത ധാതു കമ്പ് ധാതു. അകമ്പത, അകമ്പേതാം, അകമ്പന്ത. അകമ്പധാഹ, അകമ്പേധാം, അകമ്പദ്വം. അകമ്പേ, അകമ്പാവഹി, അകമ്പാമഹി. അതുപോലെ മറ്റൊരു ധാതുവാണ് വർദ്ധധാതു. അവർദ്ധത, അവർദ്ധേതാം, അവർദ്ധന്ത. അവർദ്ധധാഹ, അവർദ്ധേതാം, അവർദ്ധദ്വം. അവർദ്ധേ, അവർദ്ധാവഹി, അവർദ്ധാമഹി. ഇങ്ങനെ ആത്മനേപദിയിലുള്ള എല്ലാ ധാതുക്കളുടെയും രൂപങ്ങൾ ഇതേ ഈ വന്തുധാതുവിൻ്റെ ലങ് പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ, ഈ ലങ് ലകാരത്തിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതിനുശേഷം കുറച്ച് ക്രിയാപദങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്രിയാപദങ്ങളുടെ ധാതുലകാര, പുരുഷ, വചന ലകാരങ്ങൾ, പദികൾ ഇതെല്ലാം നമ്മൾ വിശദീകരിക്കണം. അത് ആ ഭാഗം എത്തുമ്പോൾ ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ഉദാഹരണം: കവിഹി ശ്ലോകം അലിഖത്. കവി ശ്ലോകത്തെ എഴുതി. അല്ലെ, ഇവിടെ അലിഖത് പ്രഥമ പുരുഷന്റെ ഏകവചനത്തിലുള്ള ക്രിയാപദമാണ്. അതുകൊണ്ട് അവിടെ കവിഹി എന്നൊരു കർത്താവ് വന്നു. സീത സുധാഗണ്ഡം അനയത്. സീത ചോക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ചോക്കിനെ കൊണ്ടുപോയി. വ്യാകരണപരമായി അങ്ങനെയാണ് ശരി. അനയത് എന്നതാണ് ക്രിയാപദം, കൊണ്ടുപോയി. പ്രഥമ പുരുഷ ഏകവചനത്തിലുള്ള ക്രിയാപദമാണ്. ഇതിനെ തന്നെ നമുക്ക് ബഹുവചനത്തിലേക്ക് മാറ്റാം. അല്ലേ, എങ്ങനെ മാറ്റാം? സീതാഹ സുധാഖണ്ഡം അനയൻ. അനയത് പോയി, അതിൻ്റെ ബഹുവചനം അനയൻ. അതേപോലെ സീതയിനെ ബഹുവചനത്തിലേക്ക് മാറ്റണം, സീതാഹ. ഓക്കെ, അതേപോലെ അഹം വൃക്ഷം അപശ്യം. ഞാൻ വൃക്ഷത്തെ കണ്ടു. അപശ്യം എന്നത് ഏത് പുരുഷനാണ്? ഉത്തമ പുരുഷനാണ്. ഉത്തമ പുരുഷന്റെ ഏകവചന ക്രിയാപദമാണ്. അതുകൊണ്ട് അഹം എന്ന് മാത്രമേ അവിടെ കർത്താവ് വരികയുള്ളൂ. അതിന്റെ ബഹുവചനം അപ്പം എങ്ങനെ വരും? അപശ്യം എന്നതിന്റെ ബഹുവചനം അപശ്യാമ. അതുപോലെ കർത്താവ് അഹം എന്നതിന്റെ ബഹുവചനം വയം. വയം വൃക്ഷം അപശ്യാമ. ഞങ്ങൾ വൃക്ഷത്തെ കണ്ടു. ഓക്കെ. ഭക്തഃ ഹരിം അനമത്. ഭക്തൻ ഹരിയെ നമിച്ചു. അനമത് പുരുഷനും വചനവും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ബഹുവചനം എങ്ങനെ വരും? ഭക്താഹ ഹരിം അനമൻ. അല്ലേ, അനമത് എന്നതിന്റെ ബഹുവചനം അനമൻ. കാരണം ഇതെല്ലാം പരസ്മൈപദിയിലുള്ള ക്രിയാപദങ്ങളാണ്. ആ രൂപങ്ങൾ കണ്ടാൽ നമ്മൾ തിരിച്ചറിയണം പരസ്മൈപദിയാണോ ആത്മനേപദിയാണോ എന്നത്. കണ്ട് ആ ക്രിയാപദങ്ങളെ കണ്ട് തിരിച്ചറിയണം. ഓക്കെ, ആ കണ്ട മാത്രയിൽ തിരിച്ചറിയണമെങ്കിൽ ആ രൂപങ്ങളെല്ലാം തന്നെ മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. എങ്കിലേ കണ്ട മാത്രയിൽ നമുക്ക് തിരിച്ചറിയൂ. ദീപാലങ്കാരേണ ഗൃഹം അശോഭത. ദീപാലങ്കാരം കൊണ്ട് ഗൃഹം ശോഭിച്ചു. അല്ലേ, അപ്പൊ ഇവിടെ അശോഭത ഏതാണ് പദി? ആത്മനേപദി. അവന്തത, അകമ്പത ആത്മനേപദി ലങ് ലകാരമാണ്. അശോഭത പുരുഷനോ? പ്രഥമ പുരുഷ. വചനം ഏകവചനം.
ഇതിൻ്റെ ബഹുവചനം എങ്ങനെ വരും? ദീപാലങ്കാരേണ ഗൃഹാണി അശോഭന്ത. അശോഭത എന്നതിൻ്റെ ബഹുവചനം അശോഭന്ത, ശോഭിച്ചു. അപ്പോൾ എന്താണ് ശോഭിച്ചത്? വീടുകളാണ്. അപ്പോൾ അത് ബഹുവചനത്തിൽ കൊടുക്കണം. അതാണ് ഗൃഹാണി അശോഭന്ത. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, കുറച്ച് ക്രിയാപദങ്ങൾ. ആ ക്രിയാപദങ്ങളുടെ ധാതു, പദി, പുരുഷ, വചന, ലകാരങ്ങൾ. ആ ക്രിയാപദത്തെ കണ്ട മാത്രയിൽ നമുക്ക് ഇതെല്ലാം അറിയണം. അത് കുറച്ച് ലകാരങ്ങളെ നമ്മൾ കാണാതെ പഠിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് അറിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ക്രിയാപദങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സമ്പൂർണമായ നിയമങ്ങളും നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്രിയാപദമാണ് അഗച്ഛൻ. അഗച്ഛൻ. ഗം ധാതു പരസ്മൈപദി പ്രഥമ പുരുഷ ബഹുവചന ലങ് ലകാരഃ. അല്ലെ, അഗച്ഛൻ എന്ന ക്രിയാപദം കണ്ടു കഴിഞ്ഞാൽ ഈ 5 നിയമങ്ങളും നമുക്ക് അറിയണം. ഗം ധാതുവിൻ്റെ രൂപമാണ് അഗച്ഛൻ. അത് പരസ്മൈപദിയിലെ ബഹുവചന ക്രിയാപദമാണ്, പ്രഥമ പുരുഷനാണ്, ലങ് ലകാരമാണ് എന്നീ 5 നിയമങ്ങളും നമ്മൾ അറിയണം. അത് പഠിച്ചെങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം ഈ എഴുതിയ നിയമങ്ങളെ പോലെ ബാക്കി ഓരോ ക്രിയാപദങ്ങളുടെയും നിയമങ്ങൾ നമ്മൾ എഴുതണം, അറിയും വേണം. അടുത്ത ക്രിയാപദം നമാമഹ. നം ധാതു പരസ്മൈപദി ഉത്തമ പുരുഷ ബഹുവചന ലട്ട് ലകാരഃ. അല്ലെ, ലട്ട് ലകാരമാണ്, നമിക്കുന്നു. അവിടെ നമാമഹ എന്നത് ആ ഒരു സൂചന നമുക്കുണ്ട്, ലട്ട് ലകാരം എന്ന് തിരിച്ചറിയാൻ. അതുപോലെ പരസ്മൈപതിയാണ്, ഉത്തമ പുരുഷനാണ്, ബഹുവചനമാണ്. ഓക്കെ, അടുത്തത് അവന്താവഹി. വന്ത് ധാതു ആത്മനേപദി ഉത്തമ പുരുഷ ദ്വിവചന ലങ് ലകാരഃ. അല്ലെ, അവന്താവഹി ദ്വിവചനമാണ്. ഏതിൻ്റെ? ഉത്തമ പുരുഷന്റെ. ആത്മനേപതിയാണ്, വന്ത് ധാതുവാണ്. ഓക്കെ, അതുപോലെ അടുത്തത് നോക്കൂ, പതതി. പദ് ധാതു പരസ്മൈപതിയാണോ ആത്മനേപതിയാണോ? പതതി എന്ന് കണ്ടു കഴിഞ്ഞാൽ പരസ്മൈപതി. അല്ലെ, പദ് ധാതു പരസ്മൈപതി. പുരുഷനോ? പ്രഥമ പുരുഷ. അല്ലെ, വചനം ഏകവചനം, ലകാരഃ ലട്ട് ലകാരഃ. പദ് ധാതു പരസ്മൈപതി പ്രഥമ പുരുഷ ഏകവചന ലട്ട് ലകാരഃ. അതുപോലെ അപിബഹ. പാ ധാതു, പിബ് ധാതു അല്ല, പാ ധാതു പരസ്മൈപതി മധ്യമ പുരുഷ ഏകവചന ലകാരം ഏതാണ്? ലങ് ലകാരഃ. ഓക്കെ, അതേപോലെ കമ്പദേ. കമ്പ് ധാതു ആത്മനേപദി പ്രഥമ പുരുഷ ഏകവചന ലട്ട് ലകാരഃ. തേ ലട്ട് ലകാരഃ. ഓക്കെ, അതേപോലെ അമോദത. മുദ് ധാതു ആത്മനേപദി പ്രഥമ പുരുഷ ഏകവചന ലങ് ലകാരഃ. ഓക്കെ, ഹസാമി. കുർമഃ അകുർവത. പശ്യത നയസി ഭാഷത്തെ അവദതാം
ആഡത്. ഇവിടെ അകൂർവത എന്നതിൻ്റെ ഞാൻ പറയാം. കൃ ധാതു ആത്മനേപതി പ്രഥമ പുരുഷ ബഹുവചന ലങ് ലകാര. കുർമഹ സ്വയം ഒന്ന് എഴുതി നോക്കണം. അതേപോലെ പിന്നെ ഏതാ? ആഢത്. അഡ് ധാതു പരസ്മൈപതി പ്രഥമ പുരുഷ ഏകവചന ലങ് ലകാര. അഡതി എന്നതിൻ്റെയാണ് ആഡത്. അപ്പോൾ അഡതി എന്നതിൽ ഒരകാരം ഉണ്ട്. അപ്പോൾ ആ അകാരവും നമ്മൾ ഭൂതകാലത്തിലേക്ക് മാറ്റുമ്പോൾ അവിടെയും ഒരകാരം ഉണ്ടാവും. അങ്ങനെ ആ പ്ലസ് ആ ദീർഘമായിട്ടുള്ള ഒരു ആ ആയി മാറും. അതാണ് ആഡത് എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ. അഡ്ധാതു പരസ്മൈപതി പ്രഥമ പുരുഷ ഏകവചന ലങ് ലകാരഃ. ഓക്കെ. അപ്പോൾ ഈ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ എങ്ങനെ ചെയ്യണമെന്ന്, എങ്ങനെ മനസ്സിലാക്കണമെന്ന് ക്രിയാപദങ്ങളെ കണ്ടാൽ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെ വിശദീകരിക്കണം എന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ പറയാത്ത ക്രിയാപദങ്ങളെ, വിവരിക്കാത്ത ക്രിയാപദങ്ങളെ സ്വയം ഒന്ന്, എല്ലാവരും തന്നെ സ്വയം ഒന്ന് എഴുതി അതിൻ്റെ നിയമങ്ങളും വ്യാകരണാംശങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് എന്ത് വേണം? ലട്ടിലെയും ലങ്ങിലെയും 9 വീതമുള്ള ക്രിയാപദങ്ങളെ നമ്മൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ ഓരോ ഉദാഹരണത്തിൻ്റെ ഈ വ്യാകരണ നിയമങ്ങൾ എഴുതി അയക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായി എന്നൊരു സന്തോഷം എനിക്ക് ഉണ്ടാകും. ഓക്കെ. ധന്യവാദ.